പാലക്കാട് താരേക്കാട് ഫ്ളാറ്റിന് സമീപത്ത് വൻ തീപിടുത്തമെന്നുള്ള വാർത്ത വരുന്നുണ്ട്. പുല്ലിലാണ് ഇവിടെ തീ പടർന്നു പിടിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണിത്. ഷാരിഖ് നവാസ് ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ഷാരിഖ്, തീ കെടുത്തിയോ? ഉന്മേഷ്, തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അഗ്നിരക്ഷാസേന എത്തി തീ അണയ്ക്കുന്നുണ്ട്. പാലക്കാട് താരേക്കാട് മൃഗാശുപത്രിക്ക് സമീപമുള്ള ഒരു ഫ്ലാറ്റിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ ആണ് തീപിടുത്തമുണ്ടായത്. ഇവിടുത്തെ പുല്ല് വ്യാപകമായി കത്തി നശിക്കുകയായിരുന്നു. ഇവിടെ കുറച്ച് ആക്രി സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതാണ് കത്തി നശിച്ചിട്ടുള്ളത്. തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും അഗ്നിരക്ഷാസേന സമയോചിതമായ ഇടപെടലിൽ എത്തി ഇവിടെ തീ അണച്ചുകൊണ്ടിരിക്കുന്നു. 2 യൂണിറ്റ് എത്തിയാണ് തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീ ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എന്നാൽ വ്യാപകമായി വൻതോതിൽ പുക ഉയരുന്നുണ്ട്. ഇതൊരു ജനവാസ മേഖലയാണ്. നെരുകുത്തി എന്ന് പറയുന്ന പ്രദേശമാണ് തൊട്ട് പിന്നിൽ കാണുന്നത്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. കാരണം ഇതിന്റെ നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഒരു പാലത്തിന് മുകളിൽ നിന്ന്. അത്തരത്തിൽ വലിയൊരു ജനവാസ മേഖലയിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ആക്രി സാധനങ്ങളും പുല്ലുമാണ് കത്തി നശിച്ചിട്ടുള്ളത്. മറ്റ് ആളപായമൊന്നുമില്ല. എന്തായാലും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമായി. എന്നാൽ ഈ തീയിൽ നിന്ന് ഉയരുന്ന പുക വൻതോതിൽ ഉയരുന്നുണ്ട്. അത്തരത്തിൽ ആ പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും അഗ്നിരക്ഷാ സേന എത്തി സമയോചിതമായ ഇടപെടലിൽ അവർ തീ അണച്ചതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. കാരണം അടുത്ത പ്രദേശങ്ങളിലേക്കൊന്നും തീ പടരാതെ, കാരണം തൊട്ടടുത്ത് വലിയ കൂറ്റൻ ഫ്ലാറ്റാണ് ഉള്ളത്. അപ്പുറത്ത് ചെറിയ ചെറിയ വീടുകളുമുണ്ട്. ഇവിടേക്കൊന്നും പടരാതിരിക്കാനുള്ള ശ്രമം എന്തായാലും അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായി. തീ ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഉന്മേഷ്, ഈ തൊട്ടടുത്ത് ഈ വീടുകളൊക്കെ കാണാം, അവിടേക്കൊന്നും പടരില്ലല്ലോ. അപ്പോൾ അതിനുള്ള പ്രതിരോധ നടപടിയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞല്ലോ നേരത്തെ തന്നെ ഫയർഫോഴ്സ്, അല്ലേ ഷാരിഖ്? തീർച്ചയായും ഉന്മേഷ്, അത്തരത്തിലുള്ള അഗ്നിരക്ഷാ സേനയുടെ സമയോചിത ഇടപെടലിൽ മാത്രമല്ല നാട്ടുകാരും ചേർന്ന് ഈ തീയണയ്ക്കാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ചെറിയ ചെറിയ വീടുകൾ, അതായത് തിങ്ങിപ്പാർക്കുന്ന വീടുകളാണ് ഉള്ളത്. അത്തരത്തിൽ ചെറിയ ചെറിയ വീടുകളുണ്ട്. മാത്രമല്ല തൊട്ടടുത്ത് വലിയൊരു ഫ്ലാറ്റുമുണ്ട്. ആളുകൾ താമസിക്കുന്ന വലിയ ഫ്ലാറ്റുണ്ട്. അത്തരത്തിൽ ആ ഫ്ലാറ്റിലേക്കും തൊട്ടടുത്ത വീടുകളിലേക്കും തീ പടരാതിരിക്കാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. തീ അണഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വ്യാപകമായ പുക മാത്രമാണ് ഉയരുന്നുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന ആക്രി സാധനങ്ങൾ, അതായത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ആക്രി സാധനങ്ങളാണ് കത്തി നശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഉണങ്ങിയ പുല്ലും ഉണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ കത്തി നശിച്ചിട്ടുള്ളത്. എന്താണ് ചൂടായിരിക്കാം തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും വേണ്ട വിധത്തിൽ ഇതിനെ തീ അണയ്ക്കാനും അതുപോലെ തന്നെ പുക നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്രമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, ശരി ഷാരിഖ്. പാലക്കാട് താരേക്കാടാണ് മൃഗാശുപത്രിക്ക് സമീപം ഒഴിഞ്ഞ പറമ്പിൽ തീപിടുത്തമുണ്ടായത്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.